എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ വന്ന റിസൾട്ടിൽ പലർക്കും NHS എന്നാണ് അവരുടെ മാർക്ക് ഷീറ്റിൽ കൊടുത്തിരിക്കുന്നത്. അതായത് നോട്ട് ഹയർ സ്റ്റഡി എന്നാണ് NHS. അതായത് നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമുക്ക് ഒരു ലെറ്റർ എഴുതി കാണിക്കുന്നുണ്ട് പല കുട്ടികളുടെയും റിസൾട്ട് വന്നപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ, അതായത് ഒന്നുകിൽ സാധാരണഗതിയിൽ അത് കാണിക്കുന്നത് കമ്പാർട്ട്മെന്റൽ സ്റ്റുഡൻസ് തന്നെയാണ്, അതിൻ്റെ മാർക്ക് ലിസ്റ്റ് തന്നെയാണ്. കമ്പാർട്ട്മെന്റൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് 2024 വരെ +2 പഠിച്ച് തോറ്റിട്ടുള്ള വിദ്യാർത്ഥികളെയാണ് നമ്മൾ കമ്പാർട്ട്മെന്റൽ സ്റ്റുഡൻസ് എന്ന് പറയുക. അതായത് ഈ വർഷം പുതുതായിട്ട് +2 എക്സാം എഴുതിയ കുട്ടികളല്ല, മറിച്ച് 2024 വരെ എന്ന് വെച്ചാൽ അതിന്റെ ബാക്കിലോട്ട് 2023, 2022, 2021, 2020 ഇങ്ങനെയുള്ള വർഷങ്ങളിലൊക്കെ ഏതെങ്കിലും വിഷയങ്ങൾ തോറ്റിട്ട് അതിങ്ങനെ എഴുതി 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 വരുന്ന കുട്ടികൾ, പാസ്സാവാതെ വീണ്ടും വീണ്ടും എഴുതി പാസ്സാവാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ ഇപ്പോൾ ഈ 2025 മാർച്ചിൽ അവർ പരീക്ഷ എഴുതിയപ്പോൾ അതിൽ പല കുട്ടികളുടെയും റിസൾട്ട് NHS എന്നാണ് കാണിച്ചിരിക്കുന്നത്. EHS എന്ന് കാണിക്കുന്നതിന് പകരം, എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡി എന്ന് കാണിക്കുന്നതിന് പകരം നോട്ട് ഹയർ സ്റ്റഡി എന്നാണ് കൊടുത്തിരിക്കുന്നത്. നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡി എന്നാണ് കൊടുത്തിരിക്കുന്നത്. കുറെ കുട്ടികൾ നമ്മളെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ പരാതി നമ്മളോട് ബോധ്യപ്പെടുത്തുകയുണ്ടായി. വാട്സാപ്പിലും അതുപോലെ തന്നെ ചാനലിലൊക്കെ ആയിട്ട് വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ഐഡിയയാണ് നമ്മൾ പ്രയോഗിക്കേണ്ടത്. അതിൽ ആദ്യത്തെ ഐഡിയ നമ്മൾ കോമൺ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ റിസൾട്ട് വന്ന ആ ദിവസം തന്നെ നമ്മുടെ റിസൾട്ട് ചെക്ക് ചെയ്യുക, അല്ലെ? 22-ാം തീയതി നമ്മുടെ റിസൾട്ട് വന്നു. ആ റിസൾട്ട് നമ്മൾ അതേ ദിവസം ചെക്ക് ചെയ്തപ്പോൾ ആണ് ഈ ഒരു വിഷയം ഉണ്ടായത്. ഓക്കെ, അപ്പോൾ അന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ടെക്നിക്കൽ എറേഴ്സ് സർവ്വസാധാരണയായിട്ട് സംഭവിക്കും. ഏത് റിസൾട്ട് വന്ന് നമ്മൾ ഉടനടി ചെക്ക് ചെയ്യുമ്പോഴും ആ സ്പോട്ടിൽ നമ്മൾ ചെക്ക് ചെയ്യുമല്ലോ. കാരണം നമ്മളെല്ലാവരും പരീക്ഷ എഴുതിയിട്ട് അതിന്റെ റിസൾട്ടിനെ കാത്തിരിക്കുന്നവരാണ്, ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ റിസൾട്ട് അറിയാൻ നമുക്കൊക്കെ വളരെ വെമ്പലുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റിസൾട്ട് ചെക്ക് ചെയ്യും. കിട്ടുന്ന റിസൾട്ട് ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ ബോധം പോവും, അല്ലെങ്കിൽ നമ്മൾ അൺഎക്സ്പെക്റ്റഡ്ലി ആണ്, അല്ലേ? നമ്മൾ ജയിക്കുമെന്ന് ഉറപ്പിച്ച് നമ്മൾ മാർക്കൊക്കെ കൂട്ടി എല്ലാം വെച്ച് ഇത് ഇത്ര മാർക്ക് എനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന കുട്ടികൾ വരെ NHS ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ പിന്നെ അങ്ങനെ വരുമ്പോൾ ഞാൻ പല കുട്ടികളോട് ഞാൻ പറഞ്ഞത്, അത് ടെക്നിക്കൽ എറേഴ്സ് ആണ്, പേടിക്കേണ്ടതില്ല. നിങ്ങളൊരു 2 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, അതായത് 22-ാം തീയതിക്ക് ശേഷം 23, 24, അല്ലെ? ഇപ്പൊ ഇന്ന് 24 ഇപ്പോൾ ഇന്നലെ തന്നെ പല കുട്ടികളും എനിക്ക് റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സാറ് പറഞ്ഞ പോലെ ഞങ്ങളത് ചെയ്തു, അതുകൊണ്ട് ഞങ്ങളുടെ റിസൾട്ട് ഇപ്പോൾ NHS മാറിയിട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡി, എനിക്ക് മാർക്ക് ലിസ്റ്റ് വരെ കുട്ടികൾ അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ അവിടെ ചെയ്തത് എന്താണ്? ഇത് ഞാൻ പറഞ്ഞൊരു ചെറിയൊരു ടെക്നിക്കാണ് കേട്ടോ. അത് അങ്ങനെ എല്ലാവർക്കും പ്രാക്ടിക്കൽ ആവണമെന്നൊന്നുമില്ല. ഇനി എന്നെ പൊങ്കാലിടാൻ വരണ്ട. ഓക്കെ, നിങ്ങൾ പറഞ്ഞിട്ട് അത് എങ്ങനെ സംഭവിക്കണില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ കൂടുതൽ പേർക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ടെക്നിക്കൽ എറേഴ്സ് ആണെങ്കിൽ നമുക്കത് ശരിയാക്കി കിട്ടുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നിങ്ങൾ നല്ല മാർക്കിൽ പാസ്സാവും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട്. പരീക്ഷ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെ കൂട്ടി നോക്കിയിട്ട് മാർക്ക് ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് റിസൾട്ട് വന്നപ്പോൾ നേരെ വിപരീതമായി എന്ന് പറയുന്ന കുട്ടികൾക്കൊക്കെ അവരുടെ റിസൾട്ട് എന്തായിട്ടുണ്ട്? എലിജിബിൾ ആയിട്ടുണ്ട്. ചെയ്തത് ഇത്രയേ ഉള്ളൂ. അന്ന് നോക്കിയ റിസൾട്ട് അവർ വീണ്ടും ഒന്നുകൂടി ചെക്ക് ചെയ്തു എന്നുള്ളതാണ്. ഒന്നല്ലെങ്കിൽ 2 വട്ടം 3 വട്ടമെങ്കിലും ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഒന്നിലധികം തവണ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ റിസൾട്ട് മാറിയോ എന്നുള്ളത്, അപ്പോൾ ഏതോ പടത്തിൽ പറഞ്ഞ പോലെ ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിലോ എന്ന് ആ രീതിയല്ല കേട്ടോ. അതായത് നമ്മൾ പിന്നെ എന്താണ്, നമുക്ക് അർഹത ആണെങ്കിൽ, അത് ടെക്നിക്കൽ എറർ വന്നതാണെങ്കിൽ, നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ റിസൾട്ടിൽ ചേഞ്ച് വരും. ഓക്കെ, ഇനി ജയിച്ചവര്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്താണ്? ജയിച്ചവർക്ക് വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ ഇനി അത് തോറ്റു പോവാന്ന് പേടിച്ചിരിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഓക്കെ, നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ ജയിച്ച റിസൾട്ട് എന്താവില്ല? നിങ്ങളുടെ നെഗറ്റീവ് ആവില്ല. എന്ന് വെച്ചാൽ തോറ്റു പോകുന്ന ഒരു റിസൾട്ടിലേക്ക് വീണ്ടും ചെക്ക് ചെയ്യുമ്പോൾ വരുന്നതല്ല. ഓക്കെ, അപ്പോൾ ടെക്നിക്കൽ എറർ ഉണ്ടാവില്ലേ എന്ന് ചിലർ ചോദിക്കും. അത്തരം കാര്യത്തിൽ ഒരിക്കലും എന്താവില്ല? ടെക്നിക്കൽ എറേഴ്സ് ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ ഓൾറെഡി ജയിച്ച് കാണിക്കുന്ന റിസൾട്ട് പിന്നീട് ചെക്ക് ചെയ്യുമ്പോൾ
തോറ്റതായിട്ട് വരില്ല. അത് 100% ഗ്യാരണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ ഇതേ മാർഗമുള്ളൂ. പിന്നെ പലരുടെയും പിന്നെ എഴുതിയതിൽ, അതായത് കമ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് എഴുതിയതിൽ നമ്മൾ പിന്നെ +1 പാസ്സായിട്ടുണ്ട്, +2 തോറ്റത്. അതുകൊണ്ട് 2 വർഷത്തെയും ഫീസ് നമ്മൾ അടയ്ക്കണം, എന്നിട്ട് ഏതെങ്കിലും ഒരു വർഷം എഴുതിയാൽ മതി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ. അതായത് +1 ജയിച്ചു, അപ്പൊ പിന്നെ ജയിച്ച പേപ്പർ എഴുതണ്ട. ഓക്കെ, തോറ്റത് +2 അത് മാത്രം എഴുതിയാൽ മതി. അങ്ങനെ തന്നെയാണ്. അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 2 വർഷത്തെയും ഫീസ് നമ്മൾ അടയ്ക്കണം. ഫോർ എക്സാമ്പിൾ എക്കണോമിക്സ് ആണെങ്കിൽ എക്കണോമിക്സ് +1 ജയിച്ചിട്ടുണ്ട്, +2 എക്കണോമിക്സ് ആണ് തോറ്റത്. അങ്ങനെയുള്ള ഒരു കുട്ടി എന്ത് ചെയ്യണം? +1നും +2നും ഫീസ് അടയ്ക്കണം. +1നും +2നും ഫീസ് അടച്ചിട്ട് അവന് +1 ഹോൾ ടിക്കറ്റ് വരും, +2 ഹോൾ ടിക്കറ്റും വരും. +1 ഓൾറെഡി ജയിച്ചത് കൊണ്ട് ആ കുട്ടി ആ വഴിക്ക് പോവരുത്. അതന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് ആബ്സെന്റ് കാണിക്കും, ആബ്സെന്റ് തന്നെയാണ്. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ഓൾറെഡി ജയിച്ചതാണതുകൊണ്ട് മാർക്ക് അവിടെ നിലനിൽക്കും. പിന്നെ +2 മാത്രം നിങ്ങൾ പോയി എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ ചില കുട്ടികൾ അവിടെ അപാകത ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് 2 വർഷം തോറ്റവരാണെങ്കിലോ, ഈ +1 എക്കണോമിക്സും തോറ്റിട്ടുണ്ട്, +2 എക്കണോമിക്സും തോറ്റിട്ടുണ്ട്. അപ്പൊ 2 വർഷത്തേക്കും ഫീസ് അടക്കണം, 2 വർഷവും പരീക്ഷ എഴുതണം. 2 വർഷത്തെയും +1ന്റെ എഴുതണം, +2ന്റെ എഴുതണം. അതിൽ ചില ആൾക്കാർ എന്ത് ചെയ്തിട്ടില്ല? +1 ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ +2 ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഒന്ന് പോയി എഴുതിയിട്ടുണ്ടാകും. ഓക്കെ, ഇനി അതുപോലെ നേരെ തിരിച്ചും സംഭവിക്കാം. ഏത്? +2 തോറ്റു, +1 ജയിച്ചു. പക്ഷെ +1 തന്നെ ജയിച്ചത് തന്നെ വീണ്ടും എഴുതി, ആ തോറ്റത് എഴുതാൻ മറന്നു, അല്ലെങ്കിൽ എഴുതിയില്ല, ഒന്ന് മാത്രം എഴുതി. അതിൽ ഡബിൾ പാസ് ഒക്കെ കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ചു. അതുകൊണ്ട് ഇനി +2 തോറ്റത് എഴുതണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് എഴുതാത്തവരുണ്ട്. ഇങ്ങനെയുള്ള ആളുകളുടെ റിസൾട്ട് ഒക്കെ എന്തായിരിക്കും? അത് NHS തന്നെ ആയിരിക്കും, നോട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡി തന്നെ ആയിരിക്കും. അതിനിപ്പോൾ എന്ത് ടെക്നിക്കൽ എറേഴ്സ് പറഞ്ഞാലും അത് മാറൂല. കാരണം നമ്മളായിട്ടുണ്ടാക്കിയ കുറെ തെറ്റുകൾ, ആ തെറ്റുകളിലൂടെ നമ്മളുടെ റിസൾട്ട് നമുക്ക് എന്താണ് വിപരീതമായിട്ട് വന്നിട്ടുണ്ടാകും. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ പറഞ്ഞ രീതിയിൽ രണ്ടും എഴുതേണ്ടടുത്ത് ഏതെങ്കിലും ഒന്ന് എഴുതി, അപ്പൊ നമ്മുടെ തെറ്റാണ്. എഴുതേണ്ട പേപ്പർ എഴുതാതെ ജയിച്ച പേപ്പർ പോയി എഴുതി, എന്നിട്ട് അതും തെറ്റാണ്. ഓക്കെ, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ റിസൾട്ട് നോട്ട് എലിജിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഓക്കെ, പിന്നെ ജയിച്ച പേപ്പർ നമുക്ക് എഴുതാം, അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഞാൻ എഴുതണ്ടെന്ന് പറഞ്ഞിരുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ, ആ ജയിച്ച മാർക്ക് വീണ്ടും ഈ പരീക്ഷയ്ക്ക് നമുക്ക് അതിൽ കൂടുതൽ, ഒന്നുകിൽ ആ ജയിച്ച മാർക്ക് അതേപോലെ തന്നെ കിട്ടണം, അല്ല അതായത് മിനിമം മാർക്ക് ജയിക്കാനുള്ളത് കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ കിട്ടണം. ഓക്കെ, അത് പലർക്കും പിന്നെ നിരാശ ഉണ്ടാക്കും, കാരണം പേടി ഉണ്ടാക്കും. ഇനിയിപ്പോൾ ആ മാർക്ക് എങ്ങനെയോ കഷ്ടപ്പെട്ട് ജയിച്ചതാണ്, ആ മാർക്ക് ഇനിയിപ്പോൾ വീണ്ടും എഴുതിയ പേപ്പർ, ജയിച്ച പേപ്പർ വീണ്ടും പോയി എഴുതുമ്പോൾ ജയിച്ചില്ലെങ്കിൽ ആകെ പ്രശ്നത്തിലാവൂലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഇരിക്കുന്നവരും അങ്ങനെ എഴുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനത് എഴുതണ്ടെന്ന് പറഞ്ഞത്. ഈ ജയിച്ച പേപ്പർ എഴുതരുത്, ജയിക്കാത്തത് മാത്രം എഴുതിയാൽ മതി എന്ന് അന്ന് പറയാൻ കാരണം അതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഒരു ടെക്നിക്ക് പ്രയോഗിച്ച് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നിട്ടും മാറ്റം വരുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, നിങ്ങൾ പരീക്ഷ എഴുതിയ സ്കൂളിൽ അവിടെ നിങ്ങളുടെ ഈ മാർക്ക് ലിസ്റ്റ് എല്ലാം കൂടെ ആയിട്ട് അവിടെ അധ്യാപകരൊന്ന് പോയി കാണുക, അല്ലെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പളെ പോയി കാണുക. ഇതിങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ, ഇതെന്താണ് ഇങ്ങനെ തെറ്റ് വരാൻ കാരണം എന്നുള്ളത് ചോദിക്കുക. അതായത് നിങ്ങൾ +1 ജയിച്ചിട്ടുണ്ട്, +2 ഇപ്പോൾ എഴുതിയപ്പോഴും നമ്മൾ മാർക്ക് ജയിച്ച മാർക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. 24 അതിൽ കൂടുതലോ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ 2 വർഷം കൂടെ കൂട്ടുമ്പോൾ മാർക്ക് 2 വർഷം കൂടെ കൂട്ടുമ്പോൾ 48, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഉള്ളതിനാണെങ്കിൽ 36 കിട്ടുന്നുണ്ട്. എന്നിട്ട് പോലും നമ്മൾ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡി എന്ന് ടൈപ്പ് ചെയ്ത് വരുന്നില്ല. അത് എന്തുകൊണ്ടാണെന്നുള്ളത്, ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ ടെക്നിക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പോയിട്ട് പ്രിൻസിപ്പളെ കാണുക. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ DHSCയിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഓക്കെ, ഡയറക്ടറേറ്റിലേക്ക് പിന്നെ തിരുവനന്തപുരം നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, വിളിച്ചു നോക്കുക. ഓക്കെ, അതിന്റെ ഫോൺ നമ്പർ സ്കൂളിൽ നിന്ന് കളക്ട് ചെയ്യുക. ചിലപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെ വിളിച്ചു തരും, കാരണം അവർക്ക് ഷോർട്ട് കട്ടുകളുണ്ട്. അവർക്ക് നേരിട്ട് എക്സാം JDAയും അല്ലെങ്കിൽ അവിടുത്തെ ജോയിന്റ് ഡയറക്ടറെയൊക്കെ വിളിക്കാനുള്ള നമ്പേഴ്സ്, പേഴ്സണൽ നമ്പേഴ്സ് അവരുടെ അടുത്തുണ്ടാവും. ഓക്കെ, അത് നമുക്ക് തരില്ല. നമുക്ക് കിട്ടുന്നത് പിന്നെന്താണ്, അവിടുത്തെ ഈ എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും വിളിക്കാൻ പറ്റുന്ന ഒരു ഫോൺ നമ്പർ ആയിരിക്കും. ആ ഫോൺ നമ്പറിൽ വിളിച്ചാൽ അത് ഫുൾ എൻഗേജ്ഡ് ആയിരിക്കും. ആ എൻഗേജ് ടോൺ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോഴേ നമുക്കത് കണക്ട് ചെയ്യുള്ളൂ, നോട്ട് എക്സിസ്റ്റ് എന്നൊക്കെയാണ് പറയുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാനും പലപ്പോഴും ശ്രമം നടത്തിയിട്ട് നമുക്ക് നമ്മുടെ അനുഭവം തന്നെയാണ്.
ഓക്കെ. അപ്പോൾ ഇനി എന്നോട് ചോദിക്കണ്ട നമ്പർ ഒന്ന് തരുമോ, നമ്പർ ഒന്ന് കളക്ട് ചെയ്ത് തരുമോ എന്ന്. ഇനിയിപ്പോൾ DHSCയിലെ നമ്പർ കിട്ടാൻ നിങ്ങൾ സ്കൂളിൽ പോകണമെന്നൊന്നുമില്ല. എവിടെ പോയാലും ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിട്ടും. DHSC തിരുവനന്തപുരം എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അവിടുത്തെ കോൺടാക്ട് നമ്പറും അഡ്രസ്സും ഒക്കെ കിട്ടും. ഓക്കെ. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ അതിന്റെ തൊട്ടടുത്തുള്ള ജില്ലയിലുള്ള കുട്ടികളൊക്കെ എന്ത് ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ടെന്ന് നേരിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആയിട്ട് അവിടെ പോയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാം. ഓക്കെ. കുറെ ഇങ്ങോട്ട് വടക്കൻ ജില്ലയിലേക്കൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പോയി വരാനുള്ള പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുക. അങ്ങനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും സ്കൂളിൽ പ്രിൻസിപ്പാളെ പോയി കണ്ടിട്ട് നല്ല രീതിയിൽ സംസാരിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാൻ പറയുക. ഓക്കെ. അവരുടെ അഡ്വൈസും കൂടെ നിങ്ങൾ സ്വീകരിക്കുക. പറഞ്ഞത് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അതെല്ലാം ഉപകാരപ്പെടട്ടെ, നേരായ രീതിയിൽ ഉണ്ടാവട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാനും അതുപോലെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ. നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.